ഹായ് ഓൾ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ്, നല്ല ബുള്ളിഷാണ്, നല്ല രീതിയിൽ കയറുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ റിസൾട്ട് അത്ര അങ്ങോട്ട് നല്ലതല്ല. ഇൻഫാക്ട് നമ്മളെ സെൻസെക്സ് 1600 പോയിൻറ്റ്സ് ആയിട്ടും നിഫ്റ്റി ഓൾമോസ്റ്റ് ആക്ച്വലി 470 പോയിൻറ്റ്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഇത് ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് വ്യൂ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ഡൗൺ ലാസ്റ്റ് ഫെബ്രുവരി 2022 വന്നിട്ടുള്ളൂ. സോ വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? നിഫ്റ്റീൻ്റെ കൊലാപ്സ് നമുക്ക് കറക്റ്റായിട്ട് ആരെ ബ്ലെയിം ചെയ്യാൻ പറഞ്ഞു? HDFC ബാങ്കിനെ ബ്ലെയിം ചെയ്യാം. കാരണം നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് 13% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ദാറ്റ് HDFC ആണ്. പക്ഷേ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താ അറിയോ? ഇവരെ ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോൾ പ്രോഫിറ്റ് വളരെ ഹൈ ആണ്, 34% ഇൻക്രീസ് ആണ്. പക്ഷേ എന്താണ് അതിൻ്റെ കൊലാപ്സിൻ്റെ കാരണം പറഞ്ഞാൽ ദേ ആർ മെയിൻറ്റെയിനിങ് എ പ്രൊവിഷൻ. അത് പലപ്പോഴും ആക്ച്വലി എന്താണ് പബ്ലിക് നെഗറ്റീവായിട്ട് വ്യൂ ചെയ്തു. പക്ഷേ ഇത് മാത്രമാണോ ആക്ച്വലി ഷെയർ മാർക്കറ്റിനുണ്ടല്ലോ? ഒരിക്കലല്ല. ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ കൂടിയുണ്ട്. US സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവേ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി ആക്ച്വലി കുറയ്ക്കും എന്ന് പറയുമ്പോൾ ഇൻഫാക്ട് അവർ കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ പല ആൾക്കാരും അവിടുന്ന് ഡെപ്റ്റ് റേസ് ചെയ്തിട്ടാണ് നമ്മളെ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല? ആരും ഡെപ്റ്റ് എടുക്കില്ല. അത് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ലെറ്റ്സ് ഹോപ്പ് US സ്റ്റോക്ക് മാർക്കറ്റ് പൊതുവെ ബെറ്റർ ആവുന്നു, ദാറ്റ് ഇസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അതോടെ നമ്മൾ ഇന്ത്യൻ എക്കോണമി ബെറ്റർ ആവുന്നു പ്രാർത്ഥിക്കാം. സോ താങ്ക് യു, സ്റ്റേ ട്യൂൺ, സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.